ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന ഈ സുവിശേഷ യോഗത്തിൽ കടന്നു വരുന്നതിനും നിങ്ങളോടുകൂടെ ആയിരിക്കുന്നതിനും അതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതിനും ദൈവം നൽകിയിരിക്കുന്ന ഈ അവസരത്തെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇവിടുത്തെ പിതാവിൻ്റെ യാത്രയയപ്പിൽ എനിക്കും പങ്കെടുക്കുവാനായിട്ട് ഇടയായി. അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല സ്മരണകൾ കർത്താവിൻ്റെ പേരുള്ളതിൽ ഒക്കെ അന്ന് കേൾക്കുന്നതിനും ഒക്കെ എനിക്കിടയായി. അതുകൊണ്ട് ഈ ഭവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എരുത്താവൂർ ബ്രദറൻ സഭയ്ക്കായി ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുന്നു. വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ ബ്രദർ എസെക്കേലിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെയുള്ള യുവ സഹോദരന്മാരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. ഇവിടെയുള്ള യുവാക്കന്മാർ ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ആ മഹത്വം എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഞാനും എൻ്റെ യൗവനകാലത്ത് വളരെയധികം അധ്വാനിച്ചിട്ടുള്ള ഒരാളാണ്. അനേക യുവാക്കളെ ചേർത്ത് അനുഗ്രഹീതമായ ശുശ്രൂഷകളിൽ ഏർപ്പെടുവാൻ എനിക്കിടയായി. ഇന്ന് പ്രായമായി, എന്നാൽ ഇങ്ങനെയുള്ള യുവാക്കന്മാരുടെ ശുശ്രൂഷകളെ കാണുമ്പോൾ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. അതുപോലെ ഇവിടെ പാടിയ സഹോദരന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിചാരിച്ചു 1-2 പേരാണ് ഇവിടുത്തെ പാട്ടുകാർ. സാധാരണ എല്ലായിടത്തും അങ്ങനെയാണ്. ഓരോ പാട്ട് മത്സരം പോലെ ഒരാൾ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ, എന്നാൽ അതിന് കൈയടിക്കാൻ വിചാരിച്ചപ്പോൾ വേറൊരാൾ, അതിനൊന്ന് കൈയടിക്കാൻ വിചാരിച്ചപ്പോൾ ആരും കൈയടിക്കുന്നില്ല. അപ്പോൾ ഇതൊരു യോഗമായതുകൊണ്ടാണ് കൈയടിക്കാഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളായിരുന്നു. നിങ്ങൾക്കുള്ള കഴിവ് ദൈവനാമഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നു. ദൈവം നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പാടിയ പാട്ടുകളിൽ പ്രധാനമായിട്ട് കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചുള്ള ഗാനങ്ങളാണ് എനിക്കൊന്ന് ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞത്. ബാക്കിയുള്ളതും ശ്രദ്ധിച്ചു. എന്നാലും അത് പറയാനുള്ള കാര്യം, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? കർത്താവായ യേശുക്രിസ്തുവിനോട് തൻ്റെ അരിമ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്താണ്? അതിനുള്ള മറുപടി കർത്താവ് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലും ലൂക്കോസ് 21-ാം അധ്യായത്തിലും അതിൻ്റെ മറുപടി കർത്താവ് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ 2 അധ്യായങ്ങളും ഓർപ്പിക്കാനുള്ള കാര്യം, നിങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ ഈ 2 അധ്യായങ്ങളെങ്കിലും വായിച്ചിരിക്കണം. നിങ്ങൾ വായിച്ചിട്ടില്ല എന്നല്ല, ഒന്നുകൂടെ വായിക്കാനായിട്ട് ആവശ്യമുണ്ട് എന്നാണ്. അതുപോലെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ, പഴയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥങ്ങളിലും അങ്ങനെ ഇതര ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിച്ചിരിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിനോട് ചോദിക്കുകയാണ്, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണ്? കർത്താവായ യേശു പറയുന്ന മറുപടി കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കറിയാം, മധ്യാകാശത്തേക്ക് കർത്താവ് വരും. ഇവിടെ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ 7 വർഷക്കാലം ദൈവജനം അവിടെ ആയിരിക്കും. അതിനുശേഷം ഈ ഭൂമിയിലേക്ക് വരും. അതിനാണ് മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത്.
അങ്ങനെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ചില ലക്ഷണങ്ങൾ കർത്താവ് പറയുന്നത് വാസ്തവത്തിൽ ഇന്ന് കൃത്യമായി അത് നടക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഞാൻ ഈ വിഷയം ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ കാര്യം ഇതാണ്. ഈ നാളുകളിലായി പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ ആ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും വിശേഷാൽ ബൈബിൾ പറഞ്ഞിരിക്കുന്ന സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ലോകമനുഷ്യർ എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിച്ചിട്ടില്ലാത്തവർ പോലും രക്ഷിക്കപ്പെടാത്തവരായിരിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് കേൾക്കാനായിട്ട് സാധിച്ചു. വിശേഷാൽ യഹൂദന്മാരെ സംബന്ധിച്ച് അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ബൈബിൾ പറയുന്നത് പലർക്കും വിശ്വാസമല്ല. എനിക്ക് വിശ്വാസമാണ്. എന്നാൽ മറ്റുള്ളവരോട് യഹൂദന്മാരെ സംബന്ധിച്ചും ആനുകാലികമായ ചില വാർത്തകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കൊന്നുകൂടെ ബോധ്യമായി കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളത്. കർത്താവ് നമ്മെ ചേർക്കാനായിട്ട് വരും. അതാണ് നമ്മുടെ പ്രത്യാശ. കർത്താവ് നമ്മെ ചേർക്കും. കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. ദൈവജനത്തിൻ്റെ പ്രത്യാശയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നുള്ളത്. വളരെ ആകാംക്ഷയോടെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കണ്ണുനീരും നമ്മുടെ ദുഃഖവും നമ്മുടെ മുറവിളിയും എല്ലാം മാറുന്ന ഒരു ദിവസം അടുത്തിരിക്കുന്നുവെന്നാണ്. ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി രോഗവും ദുഃഖവും ഇല്ലാത്ത ഒരു ശരീരത്തിൽ, ഒരു ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ദൈവത്തോടുകൂടെ ദൈവജനത്തിന് ആയിരിക്കാൻ കഴിയും എന്നുള്ളതാണ് ദൈവജനത്തിൻ്റെ പ്രത്യാശ. ആ പ്രത്യാശ വിഷയമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുന്നവരാണ്. ബൈബിളിലെ പ്രവചനങ്ങളെക്കുറിച്ചൊക്കെ നാം പഠിക്കുന്നവരാണ്. ബൈബിളിലെ പ്രവചനങ്ങൾ അത് നിവർത്തിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിലെ 1/3 ഭാഗവും നിവർത്തിക്കപ്പെട്ടതുൾപ്പെടെയുള്ള പ്രവചനങ്ങളാണ് എന്നത് പഠിതാക്കൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് അത് പ്രവചിക്കപ്പെട്ടതാണ്. പ്രവചിക്കപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും അത് മാറ്റമില്ലാത്തതാണ്. കാരണം ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ദൈവവചനത്തിന് മാറ്റമില്ല. അത് മാറ്റമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1845 പ്രാവശ്യം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് അതിനോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നാണ് വേദപുസ്തകം പഠിച്ചിട്ടുള്ള പ്രവചനങ്ങൾ പഠിച്ചിരിക്കുന്ന ആളുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിക്കാതിരിക്കുമോ? ഇത് സംഭവിക്കും. നമ്മുടെ കർത്താവ് വരും എന്നുള്ളത്. പ്രവചനത്തെക്കുറിച്ച് പത്രോസ് പറയുന്നു, പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവത്തിൻ്റെ മനുഷ്യൻ ദൈവാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ്. അപ്പം ദൈവത്തിൻ്റെ മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രചിച്ചതാണ്. അങ്ങനെയെങ്കിൽ അത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് ആയിരിക്കുന്നതുകൊണ്ട് അതങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളത് സത്യമാണ്. സംഭവിച്ചേ പറ്റൂ. അതാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം ഞാൻ ഓർപ്പിക്കുകയുണ്ടായല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് 2 വിഷയങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ഒരു ഏകലോക ചക്രവർത്തിയുടെ രംഗപ്രവേശനം. രണ്ടാമത്തേത് ഈ സൂര്യനിൽ അല്ലെങ്കിൽ പ്രകൃതിയിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുന്നു എന്നുള്ള ഈ 2 കാര്യങ്ങളെ ഓടിച്ച് ഓർപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 2 കാര്യങ്ങളും വളരെ വലുതാണ്.
വളരെ കാര്യങ്ങൾ ചിന്തിച്ചാലേ ഏതാണ്ടൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലും ചുരുക്കമായിട്ട് മാത്രമേ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ. തിരുവെഴുത്തിൽ വാസ്തവം പറഞ്ഞാൽ കർത്താവ് പറയുമ്പോൾ ഏതാണ്ട് 24ഓളം കാര്യങ്ങളാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രങ്ങളോടുള്ള ബന്ധത്തിലുണ്ട്, ശാസ്ത്രത്തോടുള്ള ബന്ധത്തിലുണ്ട്, സാങ്കേതിക വിഷയങ്ങളുണ്ട്, യഹൂദന്മാരോടുള്ള വിഷയങ്ങളുണ്ട്, എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങളുണ്ട്, അതുപോലെ മനുഷ്യ ശരീരത്തോടുള്ള ബന്ധത്തിലുള്ളതുണ്ട്, അങ്ങനെ പ്രകൃതിയോടും മറ്റും ബന്ധമുള്ള പല കാര്യങ്ങൾ, അങ്ങനെ ഏകദേശം 24 കാര്യങ്ങൾ കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി നടക്കേണ്ടതാണ് എന്നത് തിരുവെഴുത്ത് പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ 2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യമെന്താണെന്ന് ചോദിച്ചാൽ അതിതാണ്. ഈ അടുത്ത നാളുകളിലായി പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതും നിങ്ങളും വായിച്ചിട്ടുള്ളതും നാം കേട്ടിട്ടുള്ളതുമായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില വാർത്തകളുണ്ട്. ആ വാർത്തകൾ ഈ കാര്യത്തെ വ്യക്തമാക്കുന്നു. അതാണ് ഇതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ഞാൻ എസെക്കിയേൽ ബ്രദറിനോട് വിളിച്ച് ചോദിച്ചു, സഹോദര, ഈ വിഷയത്തെക്കുറിച്ച് ലളിതമായിട്ടൊന്ന് പറയട്ടെ, കുഴപ്പമുണ്ടോ? അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അത് പറഞ്ഞോളാൻ പറഞ്ഞു. ചിരിച്ചതിൻ്റെയൊക്കെ പിന്നിലെ കാര്യം എൻ്റെ ചോദ്യവും അതുപോലെ തന്നെ ആയിരുന്നു. ചിരിക്കുകയും ചോദ്യവും ഒക്കെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ കേൾക്കുന്നവരാണ്, നാം ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ദൈവദാസന്മാരായ പ്രഗത്ഭരായ പ്രവചന പണ്ഡിതരുടെ പ്രഭാഷണം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. നാളുകൾ കൊണ്ട് അത് കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നാളുകൾ കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഒരു സംശയം വരാം, ഇത്രയും നാളും പ്രസംഗിച്ചിട്ടും കർത്താവ് വന്നിട്ടില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഇത് വരുമോ? വരാനുള്ള ലക്ഷണമല്ലോ ഉണ്ടോ? ഇത് വെറുതെ പറയുന്നതല്ലേ? ആളുകളെ ഇളക്കി സഭയെ ചേർക്കാനും മതം മാറ്റാനും വേണ്ടിയൊക്കെ പറയുന്നതല്ലേ എന്നൊരു ചിന്ത വരാം. അതുകൊണ്ടാണ് ഇത് പ്രസംഗിക്കണോ എന്ന് ചോദിച്ചത്. എനിക്ക് പ്രസംഗിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവദാസന്മാർ നല്ല പ്രഭാഷണം ചെയ്യുന്നുണ്ട്. ദൈവദാസന്മാരുടെ പ്രഭാഷണത്തെക്കാൾ ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇതിൻ്റെ അവതാരകരായിരിക്കുന്ന ആളുകൾ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ബൈബിൾ പറയുന്ന ലക്ഷണങ്ങളൊക്കെ അവരെടുത്ത് പറയാൻ തുടങ്ങി. അപ്പം നമ്മൾ പറയുന്നതിനേക്കാൾ അവർ പറയാൻ തുടങ്ങിയപ്പോൾ ലോകത്തിന് അതൊരു ബോധ്യമാകുന്നുണ്ട്. ലോകത്തിനത് ബോധ്യമായതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് വിളംബരം ചെയ്യണമെന്നുള്ള അതീവമായിരിക്കുന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിഷയം ചിന്തിക്കാം എന്ന് കരുതുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഒരു അവതരണമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ലളിതമായ രൂപത്തിൽ മാത്രം ഒരു സൂചന നൽകണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് അത് ഏകലോക ചക്രവർത്തിയുടെ രംഗപ്രവേശനം എന്നുള്ളതാണ്. ഏകലോക ചക്രവർത്തിയുടെ രംഗപ്രവേശനം നമുക്കറിയാം, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുന്നോടിയായി നടക്കേണ്ടതായിരിക്കുന്ന ഒന്നാണ് അന്തിക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ലോകം ഇന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എതിർ ക്രിസ്തുവെന്നോ അന്തിക്രിസ്തുവെന്നോ മാറി മാറി പറഞ്ഞാലും ഒരാൾ തന്നെയാണ്. ആ വ്യക്തിയുടെ വരവ് അടുത്തിരിക്കുന്നു എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഭീകര സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയാതെ വരും. അങ്ങനെ ഭീകര സംഭവങ്ങളൊക്കെ രാജ്യത്ത് നടക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് ഒരുമിച്ചൊരു ശക്തിയായി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകര പ്രവർത്തനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടില്ലേ? അതൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. മുൻകാലങ്ങളെ പോലെയല്ല, നമ്മുടെ രാജ്യാന്തര തലങ്ങളിലൊക്കെ ഭീകര പ്രവർത്തനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ രാഷ്ട്രത്തലവന്മാർക്ക് അതൊരു തലവേദനയായിട്ട് വന്നിരിക്കുകയാണ്. രാഷ്ട്രത്തലവന്മാർക്ക് ഇതൊരു തലവേദനയായി വന്നിരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിലൊരു ആദിയുണ്ട്. എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ നിൽക്കാനായിട്ട് സാധിക്കുമല്ലോ. ഇന്ന് തന്നെ പല രാജ്യങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സംഭവ വികാസം നടക്കുമ്പോൾ അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സഹായകനായി, പ്രശ്ന പരിഹാരകനായി, സമാധാനം നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ഒരു രാഷ്ട്ര നേതാവുണ്ട്, ഒരു രാഷ്ട്രീയ നേതാവുണ്ട്, ഒരു മത
നേതാവുണ്ട്, മറുവശം ഒരു നിരീശ്വരവാദിയുണ്ട്. ആ വ്യക്തിയാണ് അന്തിക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഈ അന്തിക്രിസ്തുവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നാണ് നാം ഇന്ന് ചിന്തിക്കേണ്ടത്. അതൊക്കെയാണ് ഇന്ന് വിളിച്ചറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു 4 കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, രാജ്യങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താനായി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗമാണ് വ്യാപാര കരാർ. അത് അന്തിക്രിസ്തുവിൻ്റെ തന്ത്രമാണ്. ഒരു വ്യാപാര കരാറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഏകലോക ചക്രവർത്തിയുടെ രഹസ്യമായിരിക്കുന്ന ഒരു തന്ത്രമാണ്. മറ്റൊരു നിലയിലും രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താനായിട്ട് കഴിയുകയില്ലെന്നുള്ളതാണ്. ആ പശ്ചാത്തലത്തിൽ ഈ വ്യാപാര ബന്ധങ്ങളിലൂടെ രാജ്യങ്ങളെ ഒരുമിച്ച് നിർത്താനായിട്ട് സാധിക്കുമെന്നുള്ളത് ഈ അന്തിക്രിസ്തുവിനറിയാം. അത് കർത്താവിനറിയാവുന്നത് കൊണ്ട് നേരത്തെ തന്നെ ഇങ്ങനെ തന്നെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാം കരുതും ഇതൊക്കെ അന്തിക്രിസ്തുവിൻ്റെ തലയിലെ കാര്യങ്ങളാണോ, അല്ല രാഷ്ട്ര നേതാക്കന്മാരുടെ തലയിൽ ഊരിത്തിരിഞ്ഞിട്ട് ഇരിക്കുന്ന ആശയങ്ങളല്ലേ, കച്ചവടമല്ലേ, അത് ആവശ്യമല്ലേ, വാങ്ങണം വിൽക്കണം, അതൊക്കെ നമ്മുടെ ആവശ്യമല്ലേ? ശരിയാണ്. ഇതെല്ലാം നമ്മുടെ ആവശ്യമായിരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ രാഷ്ട്ര നേതാക്കന്മാരുടെ മനസ്സിലേക്ക് ഈ ആശയം കൊടുത്തിരിക്കുന്നത് കള്ളപ്രവാചകന്മാരാണ് എന്ന് പറയുന്ന അന്ത്യക്രിസ്തുക്കളാണ്. അത് അന്ത്യക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു മാർഗമാണെന്നുള്ളത് ചിന്തിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താനായിട്ടുള്ള ഒരു മാർഗമാണ് എന്നുള്ളത് അതൊരു നഗ്ന സത്യമാണ്. 1-2 വാക്യങ്ങൾ ഓടിച്ചു പറയാം. ഒന്നാമത്, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യങ്ങൾ ഞാൻ തന്നെ ഉദ്ധരിക്കാമെന്ന് വിചാരിക്കുന്നു. സമയത്ത് തന്നെ പ്രസംഗം നിർത്തേണ്ടത് കൊണ്ട് വിശദീകരിച്ചുള്ള പ്രസംഗവും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ അത് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുക. ഇവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവരുടെ പൊളപ്പിൻ്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. അതുപോലെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാം. തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറയുന്നുണ്ട്. ഈ 2 വാക്യങ്ങളിലും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അവിടേക്കൊന്നും പ്രവേശിക്കാതെ നമ്മുടെ വിഷയം മാത്രം ഒന്ന് ചിന്തിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ്: ഭൂമിയിലെ വ്യാപാരികൾ അവരുടെ പൊളപ്പിൻ്റെ ആധിക്യത്താൽ സമ്പന്നരായി തീർന്നു. അപ്പോൾ ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ എന്ന് പറഞ്ഞാൽ അന്ത്യക്രിസ്തുവിൻ്റെ വ്യാപാരത്താൽ സമ്പന്നരായി തീർന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാനത് വളരെ ചുരുക്കി പറയുമ്പോൾ പെട്ടെന്ന് അശ്രദ്ധയോട് നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾക്കിതിൻ്റെ ലിങ്ക് വിട്ടുപോകും, മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള നല്ല പാഠവുമുള്ള ശ്രോതാക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് അധികം ഒന്നും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയുള്ള ലളിതമായിരിക്കുന്ന ഒരു അവതരണമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ടത് ഈ വ്യാപാര കരാറ് ഭാഗികമായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. ഭാഗികമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി കർശന നിയമങ്ങളോട് വരുന്നത് എതിർക്രിസ്തുവിൻ്റെ കാലത്താണ്. എതിർക്രിസ്തുവിൻ്റെ കാലത്ത് പെട്ടെന്ന് വന്ന് സംഭവിക്കുകയല്ല, അതിന് മുന്നോടിയായിട്ട് അത് ചില കാര്യങ്ങൾ സംഭവിക്കണം. അങ്ങനെ ഗ്രാജുവലായിട്ട് വന്ന് അന്ത്യക്രിസ്തുവിൻ്റെ രംഗപ്രവേശനത്തെങ്കിൽ അത് പൂർണ്ണ അളവിലേക്ക് എത്തുമെന്നുള്ളത് മനസ്സിലാക്കാം. നമുക്കറിയാവുന്ന ഒന്നാണ് ഗാഡ് കരാറ്, അതുപോലെ യൂറോപ്യൻ കോമൺ മാർക്കറ്റ്, അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇങ്ങനെയുള്ള പല സംഘടനകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് കേട്ടുകൊള്ളുക. അവരൊക്കെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, അവരിൽ ഒരു 166 രാജ്യങ്ങളോളം ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ബന്ധമുള്ളവരാണ്. 29 രാജ്യങ്ങൾ ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. 195 രാജ്യങ്ങളാണ് ആകെയുള്ളത്. അതിൽ 29 രാജ്യങ്ങൾക്ക് അവരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കരാറുകൾ മൂലമാണ് രാജ്യങ്ങൾ സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഈ കരാറ് ലംഘിച്ചാൽ അവർ ഒറ്റപ്പെടുമെന്നുള്ളതാണ്. നിങ്ങൾ പത്രം വായിക്കുന്നവരാണല്ലോ. ഈ ഒരു മാസം മുമ്പ് ഈ കരാറ് ട്രംപ് ഒന്ന് ലംഘിച്ചു. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ഇന്ത്യയും കണ്ടു. ഒരു ഗുണം നമുക്കുണ്ടായി, അല്പം ഒന്ന് വില കുറഞ്ഞു. ചില സാധനങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ചെന്ന് വാങ്ങിക്കാൻ
വാങ്ങിക്കാനായിട്ട് പലർക്കും ഇടയായി. ഇത് ഞാൻ പറഞ്ഞതിന് സാരം എന്താണെന്ന് ചോദിച്ചാൽ അത് ലംഘിച്ചാൽ ഒറ്റപ്പെടും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടും കണ്ടുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കരാറുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സംഖ്യ പറയുന്നുണ്ടല്ലോ, 666 എന്ന സംഖ്യ. അതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ നമുക്കിത് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ: എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വകയാതെ ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യ അതാണ് 666. ഈ സംഖ്യയൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ചതിന് മറ്റു കാര്യങ്ങളൊന്നും പറയാത്തത്. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിലും ഒരുപക്ഷെ ഇത് കേട്ടിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾ ശരിക്കും കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ വേഗതയിൽ പറയുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഞാൻ മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അന്തിക്രിസ്തു മഹാപീഡന കാലത്താണ് രംഗപ്രവേശനം ചെയ്യുന്നത്. ഈ മഹാപീഡന കാലം എന്ന് പറയുമ്പോൾ കർത്താവായ യേശുവിൻ്റെ കാഹളനാദം കേട്ട് ദൈവജനം മധ്യാകാശത്തേക്ക് പോകും. ആ സമയത്താണ് അന്ത്യക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം. അങ്ങനെ ആദ്യത്തെ 3.5 വർഷം, അതിനുശേഷം ഒരു 3.5 വർഷം, അങ്ങനെ 7 വർഷത്തെ ഭരണമാണ് അന്ത്യക്രിസ്തു നടത്തുന്നത്. ആ 7 വർഷത്തെ ഭരണത്തിങ്കിൽ ഈ വലങ്കൈമേലോ നെറ്റിമേലോ 666 എന്ന സംഖ്യ പതിക്കുന്നില്ലെങ്കിൽ ഇവിടെ വാങ്ങിക്കാനും വിൽക്കാനും സാധ്യമല്ലെന്നുള്ളതാണ്. ശരിയാണോ? ഇത് ശരിയാണെന്ന് സമ്മതിച്ചേ പറ്റൂ. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 166 രാജ്യങ്ങൾ ഇതിന് സമ്മതിച്ചിരിക്കുകയാണ്. അവരൊരു കരാറുണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയായിരിക്കും, 166 രാജ്യങ്ങളും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് മാത്രമല്ല, ചില രാജ്യങ്ങൾ തമ്മിൽ ചില വ്യാപാര കരാർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പത്രത്തിലൂടെയൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനം മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കണം, അവരുടെ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കണം. ഇതെല്ലാം ആരുടെ ബുദ്ധിയാണെന്നറിയാമോ? ഈ 666 എന്ന സംഖ്യയുടെ ഉടമസ്ഥനായ അന്ത്യക്രിസ്തുവിൻ്റെ ബുദ്ധിയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വ്യാപാര ബന്ധം അന്ത്യക്രിസ്തുവിൻ്റെ കാലത്താണ് അരങ്ങേറുന്നതെന്നുള്ളത് ശരിയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അത് മറ്റൊരു രീതിയിൽ ഇന്ന് തന്നെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചിന്തിക്കണം, നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ ഇച്ചിരി അകലമുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും കർത്താവ് വരുമെന്നുള്ള സത്യമാണല്ലോ. കർത്താവ് വരുമെന്നുള്ളതാണ്. കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി നടക്കേണ്ട ഒന്നാണ് രാജ്യങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളത്. ഒരേക ലോകം വരാനായിട്ട് പോകുകയാണ്. ഒരേക ലോക ചക്രവർത്തി ലോകത്തെ ഭരിക്കാനായിട്ട് പോകുകയാണ്. ഏകലോക ചക്രവർത്തിയുടെ തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു വ്യാപാര കരാറിലൂടെ എല്ലാ രാജ്യങ്ങളെയും ഒരുമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വ്യാപാര കരാറിലൂടെ എല്ലാ രാജ്യങ്ങളെയും ഒരുമിപ്പിച്ച് തൻ്റെ ഭരണത്തിങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ലോകരാജ്യങ്ങളെ ഏകോപിപ്പിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്താലാണ്. അതാണ് അടുത്തതായിട്ട് ഓടിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ മാത്രമേ എല്ലാ രാജ്യങ്ങളെയും ഒരുമിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഒരു വാട്സാപ്പ് സന്ദേശം അയക്കുന്നു, 500 ഗ്രൂപ്പ് വ്യക്തികൾ ഫോൺ നമ്പറുള്ള സേവ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പാണെങ്കിൽ ഒരു പ്രാവശ്യം അടിച്ചാൽ മതി, 500 പേർക്കും ഒരേ സമയത്ത് പോകുമില്ലേ? അങ്ങനെയാണ്. അങ്ങനെ സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെ അറിയിക്കണം, അത് ചെന്ന് കണ്ട് പറയണം. പണ്ടൊക്കെ കല്യാണം വിളിക്കുന്നത് വീടുകളിൽ ചെന്നാണ്. ഇന്ന് അങ്ങനെയല്ല, കാര്യങ്ങളൊക്കെ മാറി. ഞാനൊരു ചെറിയ സൂചന പറഞ്ഞതേ ഉള്ളൂ. കമ്പ്യൂട്ടറിൻ്റെ അത് മെച്ചം ഏതെല്ലാം നിലയിൽ വന്നിട്ടുണ്ടെന്നുള്ളത് എടുത്ത് നിങ്ങളോട് പറയേണ്ടതില്ല. ഞാനിത് പ്രസംഗിക്കുമ്പോൾ തന്നെ ഈ കുട്ടികൾ, ഈ പാടിയ പിള്ളേർ ഉൾപ്പെടെ, അവർക്ക് എന്നേക്കാൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറയാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു വലിയ നിലയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വലങ്കൈമേലോ നെറ്റിമേലോ ഏൽക്കുന്ന മുദ്ര ഒരു സംഖ്യയാണ്. അത് മൃഗത്തിൻ്റെ സംഖ്യയാണ്. മൃഗത്തിൻ്റെ സംഖ്യ എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മൃഗീയമായ സ്വഭാവമാണ് അന്തിക്രിസ്തുവിന്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ തന്നെ അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ്. പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്ര എന്നാണ്. ഞാനതിന് ചുരുക്കി അങ്ങ് പറഞ്ഞു മാറട്ടെ.
ഇതെല്ലാം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയുള്ള ഒരു വ്യക്തിയുടെ ഭരണത്തെയാണ് കാണിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയുള്ള ഒരു വ്യക്തിയുടെ ഭരണത്തെയാണെന്നുള്ളത് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ 666 എന്ന സംഖ്യ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാം. അതിനുള്ള സാങ്കേതിക വിദ്യകൾ നിലവിലുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴുള്ള അതിന് തൊട്ട് മുമ്പുള്ളതാണ് ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ അതാണ് ചിപ്പ്. ചിപ്പിനെ കുറിച്ചൊക്കെ പറയാൻ പോയാൽ വളരെ പറയാനായിട്ടുണ്ട്. അത് ദീർഘമായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മനുഷ്യ ശരീരത്തിൽ ഘടിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് രാജ്യങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വന്നെങ്കിലും ഇന്ന് എന്തുകൊണ്ടോ നിശബ്ദമാണ്. എന്തുകൊണ്ടോ എനിക്കറിഞ്ഞുകൂടാ. ഞാനെന്നാ മനസ്സിലാക്കുന്നത് ഈ ചിപ്പ് അത് അന്തർധാരയിൽ ഇരിക്കുമ്പോൾ തന്നെ അനധിവിദൂര ഭാവിയിൽ 666 എന്ന മുദ്ര നെറ്റിമേലോ കൈമേലോ വന്ന് പതിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കൈത്തണ്ടിലാണ് ഈ ചിപ്പ് പിടിപ്പിക്കുന്നത്. ഈ ചിപ്പ് പിടിപ്പിച്ചാലുള്ള നേട്ടങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എടുത്തു പറയുന്നില്ല. നമ്മുടെ ആധാർ കാർഡ് മറ്റെല്ലാ കാർഡുകളൊക്കെ ഇതിൽ പതിപ്പിക്കും. ഇത് കാണിച്ചാൽ പോകാം. എയർപോർട്ടിൽ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള ആധുനികമായിരിക്കും സംവിധാനങ്ങൾ ഈ ചിപ്പിലുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഈ 666 എന്നുള്ളത്. GTEX എന്ന പേരിൽ ദുബൈയിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു എക്സിബിഷനുണ്ട്. 2016 മുതൽ ഈ മൈക്രോ ചിപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യ ശരീരത്തിൽ എങ്ങനെയെല്ലാം കൊണ്ടുവരാം എന്നുള്ളതാണ്. ഒരുപക്ഷെ വളരെ വേഗതയിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അതുകൊണ്ടായിരിക്കും ചിപ്പ് രംഗത്ത് വരാതിരിക്കുന്നത്. ചിപ്പിനെ മറികടന്നുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ രാജ്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഈ ഒരു മാസത്തിനുള്ളിൽ, എൻ്റെ ഭാഷയാണ്, ഒരു മാസത്തിനുള്ളിൽ ഈ 666 എന്ന സംഖ്യ നിങ്ങളുടെ നെറ്റിമേൽ പതിക്കപ്പെടണമെന്നുള്ളത്. അത് വരണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ത്യക്രിസ്തു ലോകത്തിലേക്ക് വരും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് അത് നടക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ബീസ്റ്റ് അല്ലെങ്കിൽ മൃഗമെന്ന പേരിലുള്ള കമ്പ്യൂട്ടറുകൾ ഒന്ന് അമേരിക്കയിലും അതുപോലെ ബ്രസീലിലുമുണ്ട്. അമേരിക്കയുള്ള കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ 3 നില കെട്ടിടത്തിൻ്റെ ആ മുഴുവൻ ഭാഗങ്ങളുമാണ് അവിടെ സെർവർ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്രസീലിലും ഉണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ 2 കമ്പ്യൂട്ടറുകളും ചെറുതല്ല, അത് വളരെ വലുതാണ്. ലോകത്തുള്ള സകല മനുഷ്യൻ്റെയും കാര്യങ്ങളെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന കമ്പ്യൂട്ടറാണ്, സെർവറാണ് അവർക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നിലയിലുള്ള ഈ കാര്യങ്ങളൊക്കെ പുരോഗമിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, രാജ്യത്തോ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നു കൊണ്ട് ഒരാൾക്ക് ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ബ്രസീൽ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ഹെഡ്ക്വാർട്ടറാണ്. ഈ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഒരിടത്ത് ഇരുന്നു കൊണ്ട് ലോകത്തെ ഭരിക്കാൻ സാധിക്കും. അവനാണ് അന്ത്യക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് വരാറായില്ലേ പ്രിയപ്പെട്ടവർ? ഒരു കാര്യം ഇന്ന് രാത്രി ചിന്തിക്കണം, അന്ത്യക്രിസ്തു വരാറായി. ആ കാര്യങ്ങളാണ് സാങ്കേതികമായ വിദ്യകളിലൂടെ അത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനധിവിദൂര ഭാവിയിൽ അന്ത്യക്രിസ്തു വന്ന് ഭരണമേൽക്കുമെന്നുള്ളതാണ് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, സൈന്യശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നവനായിരിക്കും അന്ത്യക്രിസ്തു. സൈന്യശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നവനായിരിക്കും അന്ത്യക്രിസ്തു. ദാനിയേലിൻ്റെ പ്രവചനം 11-ാം അധ്യായം 37-38 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അന്ത്യക്രിസ്തുവിനെ കോട്ടകളുടെ ദേവനെന്നാണ് വിളിക്കുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നത് ഞാൻ ഓടിച്ചു പറയാം. അവൻ എല്ലാറ്റിനെയും മേലായി തന്നെത്താൻ മഹത്വീകരിക്കാൻ തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവൻ യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല. അതിനു പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കുമെന്നാണ് പറഞ്ഞ് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഒന്നുകൂടെ വായിക്കാം. കോട്ടകളുടെ ദേവനെന്നാണ് അന്ത്യക്രിസ്തുവിനെ വിളിക്കുന്നത് ദാനിയേൽ പ്രവചനത്തിൽ. അവൻ എല്ലാറ്റിനെയും മേലായി തന്നെത്താൻ മഹത്വീകരിക്കുന്നവനാണ്. തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെ എന്ന് പറഞ്ഞാൽ അവൻ അംഗീകരിക്കുകയില്ല. തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെന്ന് പറഞ്ഞാൽ പിതാക്കന്മാരായിരുന്ന ആളുകൾ ചെയ്തിരുന്ന യുദ്ധതന്ത്രങ്ങളൊന്നുമല്ല, അവരുടെ രീതിയല്ല. അതിനേക്കാൾ മെച്ചമായ നിലയിൽ, ഏതെല്ലാം നിലയിൽ രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കുമോ, രാജ്യങ്ങളെ തകർക്കാൻ സാധിക്കുമോ, അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് അവരായിരിക്കുന്നത്. അതുപോലെ സ്ത്രീകളുടെ ഇഷ്ടദേവ
ദേവനെ അംഗീകരിക്കുകയില്ല. അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. കോട്ടദേവനെ ബഹുമാനിക്കുമെന്നാണ്. കോട്ടകളുടെ ദേവൻ എന്ന് പറഞ്ഞാൽ ശക്തിയുടെ ദേവനാണ് എന്ന് പറഞ്ഞാൽ മുമ്പ് പിതാക്കന്മാർ ചെയ്യാത്തതായിരിക്കുന്ന സൈന്യ ബലങ്ങളൊക്കെ ഈ അന്തിക്രിസ്തുവിന് വന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കണം, ശക്തിയുടെ ദേവനായിട്ടാണ് അന്തിക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ മുന്നോടിയായിട്ടാണല്ലോ അന്തിക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നത്. സൈനിക ശക്തിക്ക് പ്രാധാന്യം ഏറിയിരിക്കുകയാണില്ലേ? ഇല്ലെന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. 27 മില്യൺ പട്ടാളക്കാർ നമ്മുടെ ലോകത്തിലുണ്ട്. കണക്കില്ലാത്ത ആയുധങ്ങളുണ്ട്. രാജ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് കാലാൾ പടയായിരുന്നു. കാലാൾ പടയിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് വന്നു. അതിനുശേഷം എന്തെല്ലാം സംഭവിച്ചു? മിസൈലുണ്ടായി, അണുബോംബുണ്ടായി, അങ്ങനെ രാസായുധമുണ്ടായി. അത് 4 തരത്തിലുള്ള രാസായുധം തന്നെ ഉണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, സ്കഡ് മിസൈലുകളുണ്ട്. ഇങ്ങനെ പുരോഗമിച്ചിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കറിയാമല്ലോ, GPS വഴി മറ്റ് രാജ്യങ്ങളുടെ രഹസ്യ അറകൾ കണ്ടുപിടിച്ച് മിസൈൽ വർഷിക്കുന്നുണ്ട്. അത് റേഡിയോ ഫ്രീക്വൻസി വഴി മിസൈൽ തറകളെ കണ്ടുപിടിച്ച് അതിനെ ഉന്മൂലനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഒന്ന് ചിന്തിക്കണം. ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ദൈവദാസന്മാർ, സഹോദരന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഇന്ന് രാത്രികാലം ചിന്തിക്കാൻ കഴിയുന്നത് ഇതെല്ലാം അടുത്തിരിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വരവ് അടുത്തിരിക്കുന്നുവെന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഹിരോഷിമയിൽ ചെയ്ത കാര്യം എന്താണെന്നുള്ള അറിയാം. അണുബോംബിട്ട് നശിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവർ, 15,000 മെഗാടൺ ശക്തിയുള്ള അണുബോംബുകളിൽ സൂക്ഷിക്കുന്നുവെന്നാണ്. ഈ 2000-ലധികം പേരെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന അണുബോംബുകളാണ് ലോകരാജ്യങ്ങൾ സൂക്ഷിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, സൈന്യ ശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ് അന്തിക്രിസ്തുവെങ്കിൽ അത് ആഗതനാകാനായിട്ട് പോകുകയാണ്. സമയം അടുത്തിരിക്കുന്നു എന്നാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി 4ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. 4ാമതായിട്ട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സമാധാന പ്രഭുവായിട്ടാണ് അന്തിക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം. സമാധാന പ്രഭുവായിട്ടാണ്. ആദ്യം നമ്മൾ ഓർപ്പിച്ചത് എന്താ? ആദ്യം ഓർപ്പിച്ചത് ഒരു വ്യാപാര കരാറോടുകൂടെ രംഗപ്രവേശനം ചെയ്യുന്നു. അതിനുശേഷം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ലോകത്തെ ഭരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുശേഷം നാം ചിന്തിച്ചത് സൈനിക ശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെന്നാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന ഒന്നിലേക്കാണ് നാം ഇനിയും ചിന്തിക്കാനായിട്ട് പോകുന്നത്. സൈനിക ശക്തിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ സമാധാന പ്രഭുവായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നു. എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും സമാധാനം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അന്തിക്രിസ്തു വരുന്നുവെന്നാണ് നാം തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഇരട്ടത്താപ്പ് നയമാണ്. ഒരു വശത്ത് യുദ്ധം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, ഒരു വശത്ത് യുദ്ധം ചെയ്ത് രാജ്യങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്നു, മറുവശത്ത് രാജ്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതാണ് ഈ അന്തിക്രിസ്തുവിൻ്റെ ഈ തന്ത്രമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം ഇസ്രായേലിനെ തകർക്കാനുള്ള വലിയ പരിപാടിയാണെന്നുള്ള ചിന്തിക്കേണ്ടതാണ്. ഇസ്രായേലിനെ തകർക്കണമെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂടണം, എല്ലാ രാജ്യങ്ങളും യുദ്ധങ്ങൾ പ്രഖ്യാപിക്കണം, എല്ലാ രാജ്യങ്ങൾക്കും ഭീഷണിയായിരിക്കണം. അങ്ങനെ അന്ത്യക്രിസ്തു രംഗപ്രവേശനം ചെയ്യണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്താനാണ്. എന്തുകൊണ്ട് യഹൂദന്മാരെ പരാജയപ്പെടുത്താൻ മറ്റ് രാജ്യങ്ങളെ കൂട്ടുപിടിക്കണം? എന്തിനാണെന്നറിയാമോ? ഒറ്റയ്ക്ക് സാധ്യമല്ല. കാരണം യഹൂദന്മാർ വളർന്നു വലുതായി കഴിഞ്ഞിരിക്കുന്നു. അവരെ ആർക്കും നേരിടാൻ സാധിക്കുകയില്ല. ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഒരു ഭീഷണിയായിട്ട് യഹൂദന്മാർ നിൽക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഒരു പേടി സ്വപ്നമായി യഹൂദന്മാർ നിൽക്കുമ്പോൾ അത്ര പെട്ടെന്ന് അവരെ ആക്രമിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് അന്ത്യക്രിസ്തുവിൻ്റെ നയമാണ് അങ്ങനെ എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവരെ ആക്രമിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, വലിയ യുദ്ധങ്ങൾക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ്. പ്രധാനമായും ഇസ്രായേലിനോട് ബന്ധിച്ചായിരിക്കാം വരാൻ പോകുന്ന യുദ്ധം. നിങ്ങൾക്കറിയാമായിരിക്കും, ഹോമറിൻ്റെ പള്ളി നിൽക്കുന്ന സ്ഥലം ഇസ്രായേൽ പലസ്തീൻ്റെ കയ്യിൽ നിന്നെടുത്ത് ദേവാലയം പണി നടത്തും. ഒരു പക്ഷേ ഒരു മൂന്നാം ലോക മഹായുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെട്ടെന്ന് വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കേണ്ടതാണെങ്കിലും ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഐക്യരാഷ്ട്രസഭ ഉണ്ടെങ്കിലും ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയാതെ വരും. ഈ പശ്ചാത്തലത്തിലായിരിക്കും അന്തിക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. ഒരു സമാധാനത്തിൻ്റെ രാജാവായി ഒരു വശത്ത് സഹായകനായി വരുന്നു, മറുവശത്ത് യുദ്ധങ്ങൾ എങ്ങനെ പൊട്ടിപ്പുറപ്പെടുകയാണ്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് പരിഹരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന ഒരുവനാണ് ഈ അന്തിക്രിസ്തു എന്നുള്ളത് ചിന്തിക്കാം. വേദപുസ്തകത്തിൽ ഇതിന് വല്ല തെളിവ് വല്ല ഉണ്ടോ? ആ വാക്യങ്ങൾ ഉദ്ധരിച്ചു മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിൻ്റെ പ്രവചനം 8-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അവരുടെ രാജത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയും ഉള്ളൊരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും. അവൻ നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിപ്പിക്കും. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ചങ്ങ് മാറട്ടെ. അവരുടെ രാജത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും. അവൻ നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇതാണ് ഇവിടെ തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രാജ്യങ്ങൾ ഇങ്ങനെ കലഹിച്ചു നിൽക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കാനായിട്ട് ഒരു വശത്ത് അണിയറ നീക്കം നടത്തുന്നു. അണിയറ നീക്കം നടത്തുന്നതിൻ്റെ അത്യുച്ചകോടിയിലേക്ക് വരുമ്പോൾ അന്ത്യക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നു. എന്തിനാണെന്നറിയാമോ? ഞാൻ സമാധാനം തരാം, എല്ലാ രാജ്യങ്ങളെയും ഞാൻ നിയന്ത്രിച്ചു കൊള്ളാം, എനിക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും, നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്യാൻ പോകുന്ന ഒരാളാണ് അന്തിക്രിസ്തു എന്നാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇനി ഒരു കാര്യം അതിനോട് ചേർത്ത് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് എന്നെ ചിന്തിപ്പിച്ച വലിയൊരു വിഷയം. ആ കാര്യമൊന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചത്. അതായത് ഏക ലോകത്തിനുള്ള സാധ്യതകൾ തെളിയുന്നതായി ആനുകാലിക വാർത്തകൾ വന്നിരിക്കുന്നു. ഏക ലോകത്തിനുള്ള സാധ്യതകൾ തെളിയുന്നതായിട്ട് ആനുകാലിക വാർത്തകൾ വന്നിരിക്കുന്നു. മറ്റുള്ള അടയാളങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിൽ ചിലത് വ്യക്തമായി തെളിയുന്നുണ്ട്. അതോടൊപ്പം അന്തിക്രിസ്തുവിൻ്റെ രംഗപ്രവേശനത്തിന് സാങ്കേതിക വശവും രാഷ്ട്രീയ വശവും വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 24/1/25 പത്രത്തിൽ മനോരമയിൽ വന്ന ഒരു വാർത്ത ഇതാണ്: അതിരില്ല ലോകം തടയില്ല കാലമെന്ന തലക്കെട്ടിൽ യുദ്ധങ്ങൾ ഇനിയും ഉണ്ടാകുകയില്ല, യുദ്ധങ്ങളൊക്കെ നിർത്താനായിട്ട് പോവുകയാണ്, യുദ്ധങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാകും, അതിർത്തി സേനകളെ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന സേനകളെ പിൻവലിക്കാനായിട്ട് ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ധാരണയായിരിക്കുന്നുവെന്നാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? ചിന്തിക്കണം. അതിരില്ല ലോകം തടയില്ല കാലം എന്ന ഹെഡിങ്ങിൽ മനോരമക്കാർ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ്. എന്ന് പറഞ്ഞാൽ ഇനി യുദ്ധങ്ങളില്ലാത്ത ഒരു കാലം വരുന്നു എന്നുള്ളത്. അതാണ് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരുന്നത്. മാത്രമല്ല, ജനീവയിൽ ഈ 2025 ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്ര സഭയുടെ ഒരൊറ്റ ജനത ഒരൊറ്റ ലോകം എന്ന പേരിലുള്ള ഒരു കോൺക്ലേവിൽ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, അതിർത്തി രക്ഷാ സേനകളെ പിൻവലിക്കുന്നതിനുള്ള കരാറിൽ ലോക നേതാക്കൾ ഒപ്പുവെച്ചുവെന്നാണ്. അതിർത്തികളിൽ നിർത്തിയിരിക്കുന്ന ഈ സുരക്ഷാ ഭടന്മാരെ, പട്ടാളക്കാരെ എല്ലാവരെയും പിൻവലിക്കാനായിട്ട് പോകുന്നു. അത് 3 ഘട്ടങ്ങളായിട്ടാണ് അവരെ പിൻവലിക്കുന്നത്. ഈ ലോകത്തിൻ്റെ രാജ്യങ്ങളുടെ അതിർത്തികളൊക്കെ നിലനിൽക്കുമെങ്കിലും ആർക്കും ഏത് ലോകത്തിലൂടെയും നിയന്ത്രണമില്ലാതെ യാത്ര ചെയ്യാം. ഇന്നത് സാധ്യമല്ല. അങ്ങനെ ഒരു സാധ്യത തെളിയുകയാണ് എന്ന് പറയുകയാണ്. അത് അധികം താമസിയാതെ വരുന്നു എന്നാണ് ഐക്യരാഷ്ട്ര സഭയുടെ വിളംബരം. സമാധാന പാതയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എന്നാണ് ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഇവലിൻ നിസ്സി പറഞ്ഞിരിക്കുന്നത്.
മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. യുദ്ധ ഉപകരണങ്ങൾ നിത്യ ഉപയോഗ സാധനങ്ങളാക്കി മാറ്റാനായിട്ട് പോകുന്നു എന്നുള്ളത്. യുദ്ധ ഉപകരണങ്ങൾ നിത്യ ഉപയോഗ സാധനങ്ങളാക്കി മാറ്റാനായിട്ട് പോകുന്നു. ഇനി യുദ്ധമില്ല, ഒരൊറ്റ ജനതയിലേക്ക് വരുന്നു, ഒരൊറ്റ ലോകമായിട്ട് തീരുന്നു. യുദ്ധങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. ഒരൊറ്റ ജനതയിലേക്ക് കാലം വന്നിരിക്കുന്നു എന്നുള്ളത് അങ്ങനെയാണ്. ശരിയാണോ? ഇതുവരെയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ ഈ പത്രത്തിലൂടെ നാം ഇന്ന് കേൾക്കുന്നത്? ഒരൊറ്റ ജനതയിലേക്ക് വരുന്നു. ഒരു ലോകം, ഒരു ചക്രവർത്തി, ഒരു നാണയം, ഒരു ഏക ലോകം അത് വരാനായിട്ട് പോകുകയാണ്. അതുകൊണ്ടാണ് ഈ ഐക്യരാഷ്ട്ര സഭയിൽ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, G20 ഉച്ചകോടിയിൽ നമ്മുടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാറാം പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ ഒരു കൈകളിലേക്ക് ഏൽപ്പിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ലോകം പോകുന്നതെങ്കിൽ, രാജ്യങ്ങൾ തമ്മിൽ അടിച്ച് ചാകാനുള്ള ക്രമീകരണമാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഭരിക്കട്ടെ, ലോകത്തെ മുഴുവനുമായിട്ട് ഒരാൾ ഭരിക്കട്ടെ എന്നാണ് നിർമ്മല സീതാറാം പറഞ്ഞത്. ഇതെല്ലാം പത്രത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ വിഷയമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് പറയാനല്ല ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു, കർത്താവിൻ്റെ വരവ് സംഭവിക്കാനായിട്ട് പോകുന്നു. കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി സംഭവിക്കേണ്ടതാണ് അന്തിക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അന്തിക്രിസ്തു വരുമെന്നും ഒരു ലോകമായിരിക്കുമെന്നും അന്തിക്രിസ്തു എല്ലാ രാജ്യങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തുമെന്നും ഒരേകലോക ചക്രവർത്തിയായിട്ട് ലോകത്തെ മുഴുവനും ഭരിക്കാൻ 7 വർഷക്കാലം അന്തിക്രിസ്തു ഭരിക്കാൻ വരുമെന്ന് ബൈബിൾ പ്രഖ്യാപിക്കുമ്പോൾ, മറുവശത്ത് നിന്നുകൊണ്ട് ലോകം പറയുന്നു, അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ ഒരാളിന് കയ്യിലേക്ക് ഏൽപ്പിക്കൂ. എന്താ മനസ്സിലാക്കേണ്ടത്? എന്താ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഈ ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്ര സഭയുടെ കോൺക്ലേവിൽ സംസാരിച്ച വിഷയങ്ങളാണ് ഞാനിപ്പോൾ ഓർപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വരവ് അടുത്തോ? അത് ഒരു കാര്യം ചിന്തിക്കണം, ഇതെല്ലാം കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് നടക്കേണ്ടതായിരിക്കുന്ന വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ മത്തായി സുവിശേഷം 24-ാം അധ്യായം 33-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കാം, ഇതൊക്കെയും കാണുമ്പോൾ അവൻ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും കാണുമ്പോൾ നമ്മുടെ കർത്താവ് വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു. ഇതുവരെ ചിന്തിച്ച വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നെങ്കിൽ, നമ്മുടെ കാതുകൾ കൊണ്ട് കേൾക്കുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് വാതിൽക്കലായിരിക്കുന്നു, അവൻ്റെ വരവ് അടുത്തിരിക്കുന്നു. ലൂക്കോസിന് സുവിശേഷം 21-ാം അധ്യായം അതിന് 26-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്ന് കരുതിക്കൊള്ളുക. എന്ന് പറഞ്ഞാൽ ഇതൊക്കെയും കാണുമ്പോൾ, ഇതൊക്കെയും സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യാശാ വിഷയമാണ് കർത്താവായ യേശുവിൻ്റെ വരവ്. നമ്മെ ചേർക്കാനാണ് അവൻ വരുന്നത്. തൻ്റെ മക്കളെ തൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. അത് അനധിവിദൂര ഭാവിയിൽ നമ്മുടെ പ്രാണനാഥൻ നമ്മെ ചേർക്കാനായിട്ട് വരും. എങ്ങനെ തെളിയിക്കാൻ സാധിക്കും? അന്ത്യക്രിസ്തുവിൻ്റെ അരങ്ങേറ്റം ആഗതമാകുന്നുവെങ്കിൽ ഒരു കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കണം, നമ്മുടെ ഈ വർത്തമാന കാലത്ത് തന്നെ നമ്മെ ചേർക്കുവാൻ നമ്മുടെ പ്രാണനാഥൻ വരും. നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കാനായിട്ട് വരും എന്നുള്ളത്. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. അത് വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ടാമത്തേത് ആകാശത്തിൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ. ആകാശത്തിൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങളിൽ നിങ്ങൾക്കറിയാവുന്ന വേദഭാഗമാണ്. സൂര്യൻ പറയാമോ? സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട്
മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ഞാൻ ആവർത്തിച്ച് പറയണോ? വേണ്ട. വേണോ? വേണ്ട, നമുക്കറിയാം. ഒരു വാക്യം കൂടെ ഉദ്ധരിക്കാം. ലൂക്കോസ് 21:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. വേറെയും അനേക വാക്യങ്ങളുണ്ട്. എന്തൊക്കെയാ സംഭവിക്കുന്നത്? ആകാശത്തിൽ അടയാളങ്ങൾ ഉണ്ടാകും. സയൻസ് എന്ന് പറഞ്ഞാൽ അത്ഭുത പ്രവൃത്തികൾ ഉണ്ടാകും. അതാണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഹഗ്ഗായി പ്രവചനത്തിന്റെ 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, ഇനിയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും, തീർന്നോ? ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഇല്ലേ? ഹഗ്ഗായി 2:6. ഇത് 2 നമ്മൾ കണ്ടു. ഏതൊക്കെയാ? കടലിനെ ഇളക്കിയത് കണ്ടായിരുന്നോ? ഇല്ലേ? കരയിളക്കിയത് കണ്ടല്ലോ, ഇല്ലേ? അനുഭവിച്ചതാണ്. ഇത് 2 സംഭവിച്ചു. ഇതുവരെ ഈ സംഭവിക്കാത്ത ഒന്നാണ് ആകാശത്തെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും. ആകാശത്തെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇവിടെ എന്താ പറയുന്നത്? കർത്താവ് പറയുന്നത് എന്താ? സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. യോവേൽ പ്രവചനം 2-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയുടെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. ഇവിടെ ഒരു മഹാദിനത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കുന്നത്, പൂർണ്ണതയിൽ സംഭവിക്കുന്നത് മഹാപീഡനകാലത്താണ്. കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുന്നു, ദൈവമക്കൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു. ആ സമയത്താണ് ഇവിടെ ഇത് പൂർണ്ണമായും സംഭവിക്കുന്നത്. ഈ ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. കരയെ കർത്താവ് ഇളക്കി. വചനത്തിൽ നാം വായിച്ചു, നാം അനുഭവിച്ചതാണ്, അല്ലേ? അതുപോലെ സുനാമി എന്തെല്ലാം സംഭവിച്ചു? ഒരു ചെറിയ സൂചനയായിട്ട് മാത്രമാണ് വന്നത്. ആ സമയത്തത് ചിന്തിച്ചു, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിട്ടു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് നടക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ ഈ സംഭവിക്കുമോ? ശാസ്ത്രത്തോട് ചോദിച്ചാൽ അവരെന്തു മറുപടി പറയും? സൂര്യനിലും ചന്ദ്രനിലുമൊക്കെ ഇതുപോലെ മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ? ബൈബിൾ അതിന് തെളിവ് പറയുന്നുണ്ട്. മുൻകാല സംഭവങ്ങളെക്കുറിച്ച് വിലയിരുത്താനായിട്ട് സാധിക്കും. യോശുവ ഒരു ദിവസം സൂര്യനെ നിർത്തി, ഇല്ലേ? അതുപോലെ ഹിസ്കിയാവിൻ്റെ കാലത്ത് ആ സൂര്യൻ്റെ നിഴൽ 10 പടി പുറകോട്ട് തിരിഞ്ഞു. അതുപോലെ മിസ്രൈമിൽ 3 ദിവസം ഇരുട്ടുണ്ടായി. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിങ്കിൽ എന്ത് സംഭവിച്ചു? 3 മണിക്കൂർ നേരം സൂര്യൻ പ്രകാശം കൊടുക്കാതിരുന്നു. ശരിയാണോ? ഓർക്കുന്നുണ്ടോ? അതോ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ സംഭവിച്ച കാര്യമാണ്. ഇപ്പം സംഭവിക്കുമോ? സംഭവിക്കും. ഈ പ്രകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ സൂര്യനക്ഷത്രങ്ങളെക്കുറിച്ച്, വാനഗോളങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് അവരോട് ചോദിച്ചാൽ പറയും ഇതൊന്നും സംഭവിക്കുകയില്ലെന്ന് പറയും. നേരത്തെ ആണെങ്കിൽ പറയും. എന്നാൽ ഇന്ന് അവർ പറയാൻ തുടങ്ങി. അതാണ് എന്നെ ചിന്തിപ്പിച്ച വിഷയം. ഇവരൊക്കെ പറയാനായിട്ട് തുടങ്ങി. ഇതാണ് എനിക്ക് പ്രചോദനമുണ്ടായത്, ഈ വിഷയമെന്ന് പറയണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവങ്ങൾ മഹാപീഡന കാലത്താണ് നടക്കുന്നതെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നു. ശാസ്ത്രലോകം അത് സൂചിപ്പിക്കുന്നു. സൂര്യനിലെ ഇന്ധനമായ ഹൈഡ്രജൻ വാതകം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനൊരു സയൻസ് പുസ്തകത്തിൽ വായിച്ചത് വെച്ച് അത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 40% ഉള്ളൂ എന്നുള്ളതാണ് ആ വാതകം.
നിശ്ചിത അളവിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യൻ പൊട്ടിത്തെറിക്കുമെന്ന് സയൻസ് ശാസ്ത്രലോകം പറയുന്നു. ചിന്തിക്കണം. നമുക്കറിയാം, ചന്ദ്രയാൻ വിജയിപ്പിച്ച ഡോക്ടർ സോമനാഥ്, നിങ്ങൾക്കറിയാം അല്ലേ? തിരുവനന്തപുരത്തുള്ളവർക്കറിയാം, കൂടുതലറിയാം. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മാത്രം പറയട്ടെ: സൂര്യൻ താമസം വിന ഇല്ലാതാകും. പ്രപഞ്ചത്തിന് വലിയ മാറ്റം സംഭവിക്കും. സൂര്യനെക്കുറിച്ച് എത്ര കോടാനുകോടി വർഷങ്ങൾ ആയുസ്സുള്ള ഒരു ഗ്രഹമാണ്. ശരിയാണ്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ അവർ തന്നെ പറയുന്നു എന്താ അവർ പറയും? സൂര്യൻ കറുത്തു പോകും. സൂര്യൻ കറക്കുകയല്ല, സൂര്യൻ താമസം വിന ഇല്ലാതാകും. അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ മറ്റൊരു സൂര്യൻ വന്നേക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ സൂര്യൻ താമസം വിന ഇല്ലാതാകുമെന്ന് ചന്ദ്രയാൻ ദൗത്യം മൂന്നാമത്തേത് വിജയിപ്പിച്ച ഡോക്ടർ സോമനാഥ് പറയുന്നു. അദ്ദേഹം ബൈബിൾ വായിച്ച് വിശ്വസിച്ചിട്ട് പറയുന്നതല്ല. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. അദ്ദേഹമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് പറഞ്ഞത് ശരിയാണോ? നമ്മുടെ കർത്താവ് പറഞ്ഞത് ശരിയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. സൂര്യകളങ്കം, സൺസ്പോട്ട്, കഴിഞ്ഞ 2024 ഫെബ്രുവരി മാസം 2-ാം തീയതി വന്ന മലയാള മനോരമയിൽ ഇങ്ങനൊരു വാർത്ത ഞാൻ കണ്ടു. അത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, ഞാനത് എഴുതിയെടുത്ത് വെച്ചിട്ടുണ്ട്. സൂര്യനിൽ അതിഭീമമായ സൂര്യകളങ്കമുണ്ടായിരിക്കുന്നു. AR 3576 എന്ന പേരിലുള്ള ഈ കളങ്കത്തിന് ഭൂമിയുടെ 15 മടങ്ങ് വലിപ്പമുണ്ട്. ഓരോ 11 വർഷങ്ങൾ കൂടുമ്പോൾ സൗരകളങ്കങ്ങൾ വർദ്ധിക്കും. 2025 ഈ വർധനവ് ഉണ്ടാകും. ഈ കളങ്കങ്ങൾ ഇനിയുള്ള നാളുകളിൽ കൂടും. സൂര്യനിൽ കാണുന്ന ഇരുണ്ടതും എന്നാൽ സമീപ പ്രദേശങ്ങളെക്കാൾ തണുത്തതുമായ ഭാഗങ്ങളാണ് ഈ സൗരകളങ്കങ്ങൾ. ഇവ സൂര്യനിലെ കാന്തമണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പിരിഞ്ഞു കിടക്കുന്ന കാന്തമണ്ഡലത്തിലെ ഊർജവും അത് പെട്ടെന്ന് പുറത്തേക്ക് വമിക്കുമ്പോൾ പൊട്ടിത്തെറിയുടെ രൂപത്തിൽ സൗരജാലകൾ പുറത്തേക്ക് തെറിക്കും. സൂര്യൻ വീഴും. ഇത് ഭൂമിയെ ബാധിക്കും. എൻ്റെ വാക്കുകളല്ല, ശാസ്ത്രം പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു. കർത്താവ് പറഞ്ഞു, സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തമായി മാറിപ്പോകും, പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും. ഒരു ശാസ്ത്രജ്ഞന്മാരും അല്ല ഇത് പറഞ്ഞത്, നമ്മുടെ കർത്താവാ പറഞ്ഞത്, ഇല്ലേ? അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായി, ലൂക്കോസ്, അതുപോലെ യോഹന്നാൻ മുതലായിരിക്കുന്ന ആളുകൾ അത് രേഖപ്പെടുത്തി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ഇത് ശരിയാണ്. ഇതുവരെയും ഈ സൂര്യൻ ഒരു ചലനവും ഉണ്ടായിട്ടില്ല. പ്രകൃതിയുടെ ചില വികൃതികളൊക്കെ നാം അനുഭവിക്കുന്നുവെങ്കിലും ഇതുപോലൊരു സംഭവ വികാസം ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് ഉണ്ടാകാനായിട്ട് പോകുന്നു. ഇതാരാ പറയുന്നത്? ലോകമാ പറയുന്നത്, സയൻസാ പറയുന്നത്, ശാസ്ത്രലോകം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതെല്ലാം കാണുമ്പോൾ എന്ത് വേണമെന്നാ? ഇതൊക്കെ കാണുമ്പോൾ നാം തല ഉയർത്തണം, ഇല്ലേ? കർത്താവ് വാതിൽക്കലാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ സംഭവിക്കുമ്പോൾ മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിലേക്ക് വരും, മേഘങ്ങളിൽ എടുക്കപ്പെടും, നാം അവനോടുകൂടെ ആയിരിക്കും. നാം അവനോടുകൂടെ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവടുത്തു. നമ്മുടെ കർത്താവിൻ്റെ വരവടുത്തു. അതാണ് എന്നെ ചിന്തിപ്പിക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കൊരു ചുരുക്കമായിട്ട് അതിനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഏവർക്കും ചേർന്ന് ഇന്ന് രാത്രി പറയാൻ സാധിക്കും, നമ്മുടെ കർത്താവ്, പറഞ്ഞാട്ടെ, നമ്മുടെ കർത്താവിൻ്റെ വരവടുത്തോ? നമ്മുടെ കർത്താവിൻ്റെ വരവടുത്തു. ആകാശവും ഭൂമിയും മാറിപ്പോകും, എൻ്റെ വചനങ്ങൾക്കൊരു മാറ്റവും സംഭവിക്കുകയില്ല.
നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ സംഭവിക്കും. സംഭവിച്ചുവെങ്കിൽ ഇനിയും സംഭവിക്കും. പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുള്ള ദൈവമാണ് പറയുന്നത്. ഉണ്ടാകട്ടെ എന്ന ശബ്ദം കൊണ്ട് ആഴി ഊഴി മുഴുവനും ഉളവാക്കിയ ദൈവം പറയുന്നു. എന്തു പറയുന്നു? ഇതൊക്കെ സംഭവിക്കുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം കാണുമ്പോൾ നാം നിവർന്ന് തല ഉയർത്തണം. നാം ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നോക്കണം. കർത്താവ് വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു. കർത്താവ് വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2025 ആണ്ടുകൾക്ക് മുമ്പ് ദൈവപുത്രനായ കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നു. അത് തിരുവെഴുത്തുകളിൻ പ്രകാരം സംഭവിച്ച ഒന്നാണ്. കർത്താവായ യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് യേശു മരിച്ചത്. അവൻ ദുഷ്ടന്മാരോടുകൂടെ മരിച്ചു, ഇല്ലേ? അങ്ങനെ പറഞ്ഞു, അങ്ങനെ തന്നെ സംഭവിച്ചു, 2 കള്ളന്മാരുടെ നടുവിൽ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരിക്കും അവൻ്റെ ഓഹരി. എന്ന് പറഞ്ഞാൽ അവൻ്റെ ശവം കൊണ്ടുവച്ചത് എവിടെയാ? അവൻ്റെ ശവം കൊണ്ടുവച്ച്, യേശുവിനെ ശരീരം കൊണ്ടുവച്ചത് സമ്പന്നനായ യോസഫിൻ്റെ കല്ലറയിലാണ്. എന്നാൽ യഹൂദന്മാർ ആഗ്രഹിച്ചത് ഹിന്നോം താഴ്വരയിൽ കൊണ്ടിടാനായിരുന്നു. ഹിന്നോം താഴ്വരയിൽ കൊണ്ടിട്ടാൽ അവിടെ വേണമെങ്കിൽ കത്തിച്ച് കളയാം, അല്ലെങ്കിൽ അവിടെ വരുന്ന മൃഗങ്ങളും പക്ഷികളും ഈ മാംസം തിന്നുകൊള്ളും, ഉയർത്തെഴുന്നേൽക്കുകയില്ലല്ലോ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവായ യേശുവിനെ അടക്കിയത് എവിടെയാ? തിരുവെഴുത്തുകളും പ്രകാരമാണ്. തിരുവെഴുത്തുകളും പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ തിരുവെഴുത്തുകളിൻ പ്രകാരം നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കാനായിട്ട് വരും. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്? എന്തിനു വേണ്ടിയാണ് വന്നത്? പാപികളായ മനുഷ്യവർഗത്തെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ്. സകല മനുഷ്യരും ഒരുപോലെ പാപികളാണ്. പാപിയല്ലാതെ ഭൂതലത്തിൽ ആരുമില്ല. എല്ലാവരും ഒരുപോലെ പാപികളാണ്. ഞാൻ ചോദിക്കട്ടെ, പാപമോചനം പ്രാപിച്ചിട്ടുണ്ടോ? കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിട്ടുണ്ടോ? കർത്താവായ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ചിട്ടുണ്ടോ? കർത്താവായ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് സ്നാനപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കണമേ, ഒന്ന് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ കർത്താവിൻ്റെ ഗംഭീരനാദം കേട്ട് രൂപാന്തരപ്പെട്ട് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്തിനു വേണ്ടിയാണ് വരുന്നത്? താൻ ഇരിക്കുന്ന സ്ഥാനത്ത് നമ്മെയും ഇരുത്തേണ്ടതിന് വേണ്ടിയാണ്. കർത്താവ് ഇരിക്കുന്ന സ്ഥാനത്ത് നമ്മെയും ഇരുത്തേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിനെ എതിരേൽക്കാനായിട്ട് കഴിയുമോ? ദൈവജനമാണോ? ദൈവ പൈതലാണോ? ഇതുവരെയും പാപമോചനം പ്രാപിക്കാത്തവരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവ് അടുത്തു. കർത്താവിൻ്റെ വരവ് അടുത്തു. അധികം നാളുകൾ നമുക്കിവിടെ ജീവിതമില്ല. കർത്താവിൻ്റെ വരവ് അടുത്തു എന്നുള്ളതാണല്ലോ തിരുവെഴുത്തിലൂടെ നാം ചിന്തിച്ചത്. അത് ദൈവവചനത്തിൽ പറയുമ്പോൾ തന്നെ ശാസ്ത്രലോകം അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവവചനത്തിൽ വ്യക്തമായി പറയുമ്പോൾ തന്നെ ലോക മനുഷ്യരെ കൊണ്ട് ലോകത്തോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രത്യാശാ വിഷയമായ നമ്മുടെ കർത്താവ്, നമുക്ക് വേണ്ടി പ്രാണനെ തന്ന നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കാനായിട്ട് വരുന്നു. നിങ്ങൾ എടുക്കപ്പെടുമോ? നിങ്ങൾ എടുക്കപ്പെടുമോ പ്രിയപ്പെട്ടവരെ? ഇന്ന് രാത്രികാലം നിങ്ങളൊന്ന് ചിന്തിക്കുക.
ഇതുവരെയും യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാത്തവരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, കർത്താവ് എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? പാപിയായ സഹോദരി, അങ്ങേ രക്ഷിക്കാൻ വേണ്ടിയാണ്. പാപിയായ സഹോദര, അങ്ങേ രക്ഷിക്കാൻ വേണ്ടിയാണ്. കർത്താവിലേക്ക് വരാനായിട്ട് മനസ്സുണ്ടോ? ഞാൻ എൻ്റെ പാപത്തെ ഉപേക്ഷിക്കുന്നു, ഞാൻ എൻ്റെ പാപത്തോട് വിട പറയുന്നു, എനിക്കെൻ്റെ കർത്താവിനെ കാണണം, എനിക്ക് സ്വർഗം വേണം, കർത്താവേ നിന്റെ അടുക്കലേക്ക് എനിക്ക് വരണം. ആഗ്രഹിക്കുന്നുണ്ടോ? എത്ര പേർക്ക് ഈ ഒരു ആഗ്രഹമുണ്ട്? എത്ര പേരെടുക്കപ്പെടും? ഒന്ന് ചിന്തിക്കുക. കർത്താവിനെ സ്വീകരിച്ച് പാപവഴികളെല്ലാം വിട്ട് ദൈവകൃപയിലേക്ക് വന്നിട്ട് പിന്മാറി പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, പിന്മാറി പോകുന്നവരുണ്ട്. അവരിന്ന് മടങ്ങി വരുവാനായിട്ട് അവർക്ക് കഴിയുമോ? ഞാൻ എൻ്റെ കർത്താവിനെ വിട്ട് ഞാൻ പോയി, ആ മുടിയൻ പുത്രനെ പോലെ എല്ലാം വിറ്റു, എല്ലാം നഷ്ടപ്പെടുത്തി, എല്ലാം ത്യജിച്ചു, ഞാനിനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല, ഞാൻ മടങ്ങി വരുന്നു കർത്താവേ, ഞാൻ മടങ്ങി വരുന്നു. അങ്ങനെ മടങ്ങി വരുവാനായിട്ട് എത്ര പേർക്ക് മനസ്സുണ്ട്? മാനസികമായി തകർന്ന് നിരാശരായി ഈ ദൈവത്തെ ഒന്ന് വേണ്ട എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് അങ്ങനെ മുമ്പോട്ട് പോകുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. നാം ഉപേക്ഷിക്കേണ്ടവനല്ല നമ്മുടെ കർത്താവ്. നാം ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല, നമ്മെ കൈവിടുന്നവനല്ല. നമ്മെ സ്വീകരിച്ചവനാണ്, നമ്മെ സ്വീകരിക്കുന്നവനാണ്. താൻ ഇരിക്കുന്നിടത്ത് നമ്മെയും കൊണ്ടുപോകും, നമ്മളെയും കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവായ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പാപമോചനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? രണ്ട് കാര്യങ്ങൾ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചു. ഒന്ന്, അന്ത്യക്രിസ്തുവിൻ്റെ വരവ് അടുത്തു. നമുക്കതുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷേ ഒരു കാര്യം വിളിച്ചറിയിക്കുന്നു. എന്ത്? നമ്മുടെ കർത്താവ് വരും. ഈ പ്രപഞ്ചശക്തികൾക്ക് മാറ്റം സംഭവിക്കുന്നു. അതെന്ത് വിളിച്ചറിയിക്കുന്നു? നമ്മുടെ കർത്താവ് വാതിൽക്കൽ തന്നെയായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ രക്തം ചിന്തി ജീവനെ തന്ന് വീണ്ടെടുത്ത നമ്മുടെ അരുമനാഥനായ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ എത്ര പേർക്ക് സാധിക്കും? ഏറ്റുപറയാനായിട്ട് മനസ്സുണ്ടോ? പിന്മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ മടങ്ങി വരുന്നു കർത്താവേ, ഇനിയും എൻ്റെ നാളുകൾ ഞാൻ നിനക്കായി ജീവിക്കും. പ്രതിജ്ഞ എടുക്കാനായിട്ട് മനസ്സുണ്ടോ? ഇനിയും എൻ്റെ നാളുകൾ കർത്താവെ ഞാൻ നിനക്കായി ജീവിക്കും. ഈ നിലയിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി തീരുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. ലക്ഷണങ്ങളെല്ലാം അത് വിളിച്ചറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അധികം നാളുകളില്ല പ്രിയപ്പെട്ടവരെ. ഈ വർത്തമാനകാലത്ത് തന്നെ നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കാനായിട്ട് വരും. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ കർത്താവിനെ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി തീർന്നിട്ടുണ്ടോ? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.